സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മറിയത്തിന് ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് വല്ലാണ്ടായിപ്പോ എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് മറിയം ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നീ പ്രഗ്നൻ്റ് ആണ്, നിനക്കൊരു കുഞ്ഞ് എനിക്കും എന്നൊക്കെ പറയുന്നത്. കുറച്ചും കൂടെ ഒന്ന് കാത്തിരുന്നെങ്കിൽ മറിയം ഇത്ര ഇഷ്യൂയിലേക്ക് പോകില്ലായിരുന്നു. ഒരു 5 മാസം കഴിഞ്ഞ് കല്യാണം കഴിയും, പിന്നീട് ഒരു കുഞ്ഞ് ജനിച്ചാലും അത് ജോസഫിൻ്റെ കുഞ്ഞ് നാട്ടുകാർ ചിന്തിച്ചോളും, വലിയ പ്രശ്നമില്ലാതെ പോകുമായിരുന്നു. എന്തിനാണ് ദൈവപിതാവ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചത്? ചില ഇടങ്ങളിലൊക്കെ ദൈവം കുറുമ്പ് കാണിക്കുമെന്ന് തോന്നും. അങ്ങനെ ഒരു ടാസ്ക് കിട്ടുമ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു. അപ്പോഴാണ് മാലാഖ പറഞ്ഞ്, പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കേ, പരിശുദ്ധാത്മാവ് അതിൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ സമ്മതിച്ചു. അങ്ങനെയാണ് മറിയം ജീവിതം തുടങ്ങുന്നത്. പിന്നീട് പോയതൊക്കെ ഒട്ടും സ്വർഗത്തിൽ നിന്ന് വാക്കുകൾ കേൾക്കാത്ത ജീവിതമാണ്. അവസാനം കാൽവരി വരെ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആദ്യം ചോദിച്ച ചോദ്യം പിന്നീട് മറിയം ഒരിക്കലും ചോദിച്ചില്ല. ചോദിക്കാൻ ഒരു മാലാഖയും പ്രത്യക്ഷപ്പെട്ടുമില്ല. അങ്ങനെ അടിമുടി അവൾ കിട്ടിയ ഓരോ ടാസ്കും അവൾ ജയിച്ച് പോയി. അവസാനത്തെ ടാസ്ക് കാൽവരി ആയിരുന്നപ്പോൾ അവിടെ പോലും ഒരു തുള്ളി കണ്ണീര് ചിന്താതെ ആ അമ്മ പിടിച്ചു നിന്നു. അത് തന്നെയാണ്. അവസാനം മകനെ മടിയിൽ കിടത്തി വേദനയോട് കൂടി നോക്കുമ്പോൾ ഈ അമ്മ എത്രയധികം ത്യാഗം സഹിച്ചിട്ടുണ്ടാകണം. നമ്മൾ ഓർക്കണം, അങ്ങനെ എല്ലാ ത്യാഗവും സഹിച്ചിട്ട് ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു അങ്ങനെ കൈവിട്ടോ? ഒരിക്കലും കൈവിട്ടില്ല. 12 വയസ്സിൽ തൻ്റെ നിയോഗം കൃത്യമായിട്ട് പറയുന്ന മകൻ 30 വയസ്സ് ഒരു അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അമ്മയെ വിട്ടാൻ പോയില്ല. അപ്പൻ 16-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നൊക്കെയാണ് പാരമ്പര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും 30 വയസ്സ് ഒരു അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ ഒരു മകനായിട്ട് ആ സാരിത്തുമ്പിൽ തന്നെയാണ് അവൻ വളർന്നു വന്നത്. എന്നിട്ട് 3 വർഷക്കാലം അവൻ മാറി നടക്കുമ്പോഴും ആ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ തന്നെയാണ് ക്രിസ്തു ജീവിച്ചത്. അതുകൊണ്ടാണല്ലോ പാപിയായ ഒരു സ്ത്രീ വന്ന് അവൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ ഒരമ്മയുടെ ഓർമ്മയിൽ അവൾക്ക് ക്ഷമ നൽകാനും സ്നേഹം നൽകാനും ഒക്കെ സാധിച്ചത്. ഒടുവിൽ കുരിശിൽ കിടക്കുമ്പോൾ ആ 7 വാക്കുകളിലൊന്ന് അമ്മയെ ഓർത്തായിരുന്നല്ലോ. അമ്മയ്ക്ക് സേഫാകാൻ ഒരു മകനെ ഏൽപ്പിച്ച് നോക്കിക്കൊള്ളണമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ യാത്ര പറഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അങ്ങനെയൊന്നും ഈ അമ്മയെ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കാൻ ആ മകൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ശരീരത്തോടു കൂടി ഉടലോട് സ്വർഗത്തിലെടുത്തു, എന്നിട്ടുള്ള ഒരു ആജ്ഞയാക്കി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലുമൊക്കെ ചില ചോദ്യങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ മനസ്സിലാത്ത ചില ടാസ്കിനിടയിൽ യെസ് പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ദൈവം ഉയർത്തുന്ന ഉയർച്ച അത് സ്വർഗത്തെക്കാൾ അപ്പുറമാണ്. മറിയം സ്വർഗത്തിലെത്തി എന്ന് പറഞ്ഞതിനേക്കാൾ അവിടെ രാജ്ഞിയായി എന്ന് പറയുന്നതാണ് ഏറ്റവും മനോഹരം. എന്ന് വെച്ചാൽ അവൾ അത്രയധികം ആദരിക്കപ്പെട്ടു, അത്രയധികം ബഹുമാനത്തോടെ സ്വീകരിക്കപ്പെട്ടു. ഈ ടാസ്ക് മറിയത്തിന് മാത്രം കിട്ടിയെന്ന് കരുതരുത്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇങ്ങനെ ചില ടാസ്ക് കിട്ടും. ഒട്ടും മനസ്സിലാകാത്ത സമയത്ത് ദൈവം ഒരു ലോജിക്കും ഇല്ലാതെ മറിയത്തിന് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഒട്ടും മനസ്സിലാകാത്ത സമയത്ത് ദൈവം ചില ടാസ്കുകൾ മറുചോദ്യം ചോദിക്കാതെ അതേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഗുണം എന്താണെന്നറിയോ? സ്വർഗത്തിലിടമാണ്. അവിടെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില പൊസിഷൻസാണ്. അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. കാത്തിരിക്കുക. ഒരു എസ് പറയുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യം അത്ര ചെറുതല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.